JP കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാഫ് ട്രെയിനിങ് ആണ്. യെസ് സംരംഭകരുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് യെസ് അല്ലേ? പൊതുവെ നമ്മൾ ട്രെയിനേഴ്സ് ഇപ്പോൾ ഒരു ബിസിനസ് ഓണറെ പഠിപ്പിക്കുന്ന ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ യെസ് അദ്ദേഹം കൂടുതലും ബിസിനസ് ഓണർ ഇങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. ബട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട് സ്റ്റാഫ് മോർ. യെസ് യെസ് ടെൽ മീ ലൈക്ക് ഹൗ ഡു യു സീ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ഫോർ സ്റ്റാഫ് rather than importance of training for business? ഇറ്റ്സ് വളരെ റിലവൻറ്റ് ക്വസ്റ്റ്യൻസ്. നമുക്കിപ്പം സ്റ്റാഫ് ട്രെയിനർ എന്ന പേരിൽ അറിയപ്പെടാൻ തന്നെയാണ് എനിക്കിഷ്ടം. കാര്യം അറിയൂ, ഇവിടെ 90% സംരംഭകർ ഓൾറെഡി ഉണ്ട്. ആ. ഇന്നോവേഷൻസ് അതിനകത്ത് പ്രൊഡക്റ്റ് ഇന്നോവേഷൻസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഇതെല്ലാം സമൂഹത്തിൽ നിന്ന് ഇന്ന് ഡാറ്റാബേസ് അല്ലെങ്കിൽ ഏത് ടൂൾ ഉപയോഗിച്ചെടുക്കാം. എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഉം. അല്ലേ? ഉം. ഇന്ന് കാറിനകത്ത് എന്തൊക്കെ ടെക്നോളജി വരുന്നുണ്ട് എന്നുള്ളത് ഇതിന് ഒരാൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനൊരു റിസർച്ച് പേഴ്സൺ വെച്ചാൽ മതി. അതെ. പക്ഷേ ഇവർ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നത് ഈ സംരംഭകൻ ഫ്ലൈറ്റിലും സ്റ്റാഫ് മുഴുവൻ കാളവണ്ടിയിലുമാണ്. ഇവൻ്റെ ഭയങ്കര ഇവൻ ഞാൻ പറയാറുണ്ട്, ഈ സംരംഭകർ ടോയ്ലറ്റിൽ പോകുമ്പോൾ 4 പേപ്പർ കൊണ്ടുപോകും, ആ, അതെ. 10 മിനിറ്റിൽ നിന്ന് വായിക്കും. അതെ. എന്നിട്ട് അതിൽ കാണുന്ന സകല സാധനവും രാവിലെ സ്റ്റാഫിനോട് കൊടുക്കും. അതെ. ഇവൻ വിഷ്വലൈസ് ചെയ്യുന്ന ആളാണ്. ആ. ഇവൻ വിഷ്വലൈസ് ചെയ്ത് മുഴുവൻ കൊണ്ടുകൊടുത്തിട്ട് ഇതിൻ്റെ ശരിക്കും ചെണ്ട പോലെ പ്രവർത്തിക്കുന്ന ഒരാളുകളാണ്. 2 സൈഡിൽ അടിയിട്ടുന്ന ആളുകളാണ് അവരുടെ സ്ട്രാറ്റജി ടീം. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനകത്ത് 3 കാറ്റഗറി ആളുകളുണ്ട്. ഉം. ഒന്ന് വിഷ്വലൈസ് ചെയ്യുന്ന ആൾ, ഉം. സംരംഭകൻ. 2 സ്ട്രാറ്റജിസ്റ്റ്, ഉം. അതായത് ഈ പറയുന്ന വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങളെ സ്ഥാപനത്തിൽ നടപ്പാക്കാനുള്ള സ്ട്രാറ്റജി എടുക്കുന്ന ആൾ. 3ാമത്തത് ഇംപ്ലിമെൻറ്റിംഗ് ടീം. ഈ 3 ടീമുണ്ട്. ഈ 3 ടീമിനകത്ത് ഈ സംരംഭകൻ ടോയ്ലറ്റിൽ വിഷ്വലൈസ് ചെയ്ത കാര്യം കൊണ്ടുകൊടുക്കുന്നത് സ്ട്രാറ്റജിയുടെ അടുത്താണ്. അവൻ്റെ കൂടെയുള്ളതോ ഒന്നും മനസ്സിലാവാത്ത കുറേ ആളുകളും. അതെ. അപ്പോൾ ഇവിടെ ശരിക്കും ചെണ്ട പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ട്രാറ്റജി ടീമുണ്ട്. അവന് ഇതിപ്പം പറയുന്നത് മനസ്സിലാപ്പിച്ചിട്ട് അപ്പുറത്ത് കൊടുക്കാനുള്ള കഴിവിനെ എൻഹാൻസ് ചെയ്യണ്ടേ? അതേ മാനേജ്മെൻറ്റ് അവനറിയണ്ടേ? അതെ. അവൻ സംരംഭകൻ മാനേജ്മെൻറ്റ് അല്ല ഒരു പരിധി വരെ ചെയ്യുന്നത്. അതെ. അവൻ പുതിയ കാര്യങ്ങളെ കണ്ടെത്തുവാണ്. അതെ. ഈ കണ്ടെത്തുന്ന ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ടീം വേണ്ടേ? അപ്പോൾ അവിടെ മാനേജേഴ്സിന് ട്രെയിനിങ് വേണം. ഹൗ ടു ഹാൻഡിൽ ദിസ് മാൻ പവർ, അവരെങ്ങനെ എടുക്കാം. അപ്പോൾ അവിടെ ഈ സ്ട്രാറ്റജി ടീമിന് അവൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ടീമിനകത്ത് സ്കില്ലാണോ കുറവ്, അതെ അവൻ്റെ വില്ലാണോ കുറവ്? ആഗ്രഹങ്ങളില്ലാത്ത പിള്ളേരല്ലെന്ന് നോക്കിക്കേ. അതെ. ആഗ്രഹങ്ങളുണ്ടോ? നമുക്ക് അതിലേക്ക് വരാം. ആഗ്രഹങ്ങൾ ഇല്ലാത്ത പിള്ളേർ വരുന്ന സമയത്ത് അവൻ്റെ വില്ലിനെ ജനറേറ്റ് ചെയ്യണം. അതെ. അതുപോലെ തന്നെ അവൻ്റെ സ്കില്ലിനെ ജനറേറ്റ് ചെയ്യണം. അവനെ എക്സൈറ്റ് ചെയ്യിക്കേണ്ടി വരും. ചിലയിടത്ത് ഡയറക്ഷൻ കൊടുക്കണം, ചിലയിടത്ത് ഗൈഡ് ലൈൻസ് കൊടുക്കണം. ഈ എല്ലാ പ്രോസസ്സും ചെയ്യുന്നത് ഈ സ്ട്രാറ്റജി ടീമാണ്. അപ്പോൾ സ്ട്രാറ്റജി ടീമും ഇംപ്ലിമെൻറ്റിംഗ് ടീമാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ എടുക്കുന്നത്. അവർക്കാണ് ട്രെയിനിങ് മുഖ്യമായിട്ട് വേണ്ടത്.